ഒന്ന് ഫിസിക്കൽ ചേഞ്ച്, രണ്ടാമത്തത് കെമിക്കൽ ചേഞ്ച്. ഹലോ എവരിബഡി, ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ Ncert റീഡറിലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ലെസണാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മൾ ഒരുപാട് ചേഞ്ചസ് കാണാറുണ്ട്. ആ ചേഞ്ചസിനെയൊക്കെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ചേഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. നമ്മൾ രാത്രിയിൽ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഇഡ്ഡലി, ദോശ, അപ്പമൊക്കെ ഉണ്ടാക്കും ഇല്ലേ? അതുപോലെ തന്നെ പാല് പൊടിച്ചിട്ട് തൈരാവും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുമ്പൊക്കെ നമ്മൾ കുറേ ദിവസം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ എയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിച്ചിട്ട് പോകും. അങ്ങനെ അതെല്ലാം ചേഞ്ചസ് ആണ്. ഒരുപാട് വിസിബിൾ ആൻഡ് നോൺ വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റിലും സംഭവിക്കുന്ന ഇത്തരം ചേഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഒന്ന് ഫിസിക്കൽ ചേഞ്ച്, രണ്ടാമത്തത് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഞാനിവിടെ രണ്ട് ചേഞ്ചസിനും ഓരോന്നല്ല രണ്ട് ചേഞ്ചസിനും കുറേ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത്, ഇത് H2O വാട്ടറാണ്. അപ്പം H2O ലിക്വിഡ്, ഞാൻ ബ്രാക്കറ്റിലെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ലിക്വിഡ് വാട്ടർ. അപ്പോൾ ഈ വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ H2O ഗ്യാസ് ആവും. എന്ന് പറഞ്ഞാൽ വാട്ടർ ടേൺസ് ടു സ്റ്റീം. അപ്പോൾ ഈ H2O liquid on heating changes to H2O gas. ഇപ്പോൾ നോക്കൂ, ഇവിടെ ബിഫോർ ദ ചേഞ്ച് ഇറ്റ് വാസ് H2O അല്ലേ? കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് H2O ആണ്, വാട്ടറാണിത്. H2O 2:1, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ, നമ്പർ റേഷ്യോ 2:1, മാസ് റേഷ്യോ 2:16. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ആഫ്റ്റർ ദ ചേഞ്ച്, ഇതാണ് ചേഞ്ച്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീമായി, അതാണ് ചേഞ്ച്. ആഫ്റ്റർ ദ ചേഞ്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് H2O തന്നെയാണ്. 2:16 മാസ് റേഷ്യോയിൽ വീണ്ടും H2O തന്നെ. ബിഫോർ ദ റിയാക്ഷൻ, ബിഫോർ ദ ചേഞ്ച് ആൻഡ് ആഫ്റ്റർ ദ ചേഞ്ച് ഇത് H2O തന്നെയാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു ചേഞ്ചിനെ, അതായത് ആഫ്റ്റർ ദ ചേഞ്ച് ഓൾസോ ഇഫ് ദർ ഇസ് നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, സച്ച് എ ചേഞ്ച് ഈസ് നോൺ ആസ് ഫിസിക്കൽ ചേഞ്ച്. ഇവിടെ ഒരു പുതിയ സബ്സ്റ്റൻസും ഉണ്ടായിട്ടില്ല. ഈ ചേഞ്ചിൻ്റെ മുൻപ് ഇത് എന്തായിരുന്നു? H2O. ആഫ്റ്റർ ദ ചേഞ്ച് ഓൾസോ ഇറ്റ് ഈസ് H2O. അങ്ങനെയുള്ളൊരു ചേഞ്ചിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് എ ലെസൺ, ഐ വാസ് കമ്മിങ് ഇൻ ടു ദാറ്റ്. ഞാനിവിടെ പറയാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഒരുപാട് ചേഞ്ചസ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം എടുക്കാം. എനിത്തിങ് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് അയൺ, ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു സംഭവം, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നൈഫ്, അയൺ നെയിൽ പോലെയുള്ളതൊക്കെ, അതൊക്കെ നമ്മൾ എയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എയറിനകത്തുള്ള റിയാക്റ്റീവ് കോമ്പണൻ്റ് ആണ് ഓക്സിജൻ. അപ്പോൾ ഈ അയൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ഫോം ചെയ്യും. ഒരു വാട്ടറിൻ്റെ പ്രസൻസ് കൂടി ഇതിന് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഈ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡിനെ നമ്മൾ തുരുമ്പെന്ന് പറയുക. ഇപ്പോൾ ഇത് നോക്ക്, ബിഫോർ ദ റിയാക്ഷൻ, ബിഫോർ ദ ചേഞ്ച് ഇതെന്തായിരുന്നു? അയൺ ആണ്, ഓക്സിജൻ ആണ്. അയൺ മെറ്റലാണ്, അതുകൊണ്ട് നമ്മൾ അതിന് അറ്റോമിക് സ്റ്റേറ്റിൽ എഴുതിയിരിക്കുകയാണ്. ഓക്സിജൻ ഉണ്ട്, അത് നോൺ മെറ്റലാണ്. നോൺ മെറ്റൽസ് നമുക്കറിയാം, ഗ്യാസസ് നമുക്കറിയാം ഹൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പം ഒരു ഓക്സിജൻ മാത്രമായിട്ട് നിൽക്കില്ല. ഇറ്റ് ഓൾവേസ് കമ്പൈൻസ് വിത്ത് അനദർ ഓക്സിജൻ ആൻഡ് ഫോംസ് മോളിക്യൂൾ. അപ്പോൾ ഒരു അയൺ ആറ്റം അല്ലെങ്കിൽ 2-3 ആറ്റംസ് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കുക ചെയ്യുക. ബാലൻസിങ് ഐ വിൽ ടീച്ച് യു ഇൻ സം അതർ ക്ലാസ്. അപ്പോൾ ഈ അയൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ഇല്ലേ? കെമിക്കൽ കോമ്പിനേഷനാണ്. എന്നിട്ട് അത് Fe2O3. ഇവിടെ നമ്മൾ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇവിടെ അയണും ഓക്സിജനും ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഈ അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ന്യൂ കോമ്പൗണ്ടിനകത്ത് അയണിനോ അല്ലെങ്കിൽ ഓക്സിജനോ അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പുതിയ കോമ്പൗണ്ടാണ്. ഇതിന് Fe2O3 എന്ന് പറയുന്ന അയണിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അയൺ മെറ്റലാണ്. അയൺ നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു ഗ്രേ ഇൻ കളറാണ്. അപ്പോൾ ഓക്സിജൻ ഒരു കളർലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഫോർ ബേണിങ്, സപ്പോർട്ട്സ് ബേണിങ് ഒക്കെയാണ്. ഇതിനകത്ത് ഓക്സിജൻ്റെ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയും ഇല്ല, അയണിന് ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇല്ല. ഇറ്റ്സ് എ ന്യൂ കോമ്പൗണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ കമ്പൈൻസ്. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർഡ് മെറ്റലാണ്. റിബൺ ഫോമിലൊക്കെ നമുക്ക് ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും.
ആ magnesium ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് magnesium oxide വൈറ്റ് കളർഡ് ഫ്ലെയിം ഡാസ്ലിംഗ് ഫ്ലെയിം ഉണ്ടാവും. magnesium റിബൺ എടുത്തിട്ട് നമ്മൾ വെറുതെ കത്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു വൈറ്റ് കളർഡ് ഫ്ലെയിം വരും വിത്ത് വൈറ്റ് ആഷസ് ഫോംഡ്. ആ വൈറ്റ് ആഷാണ് നമ്മൾ magnesium oxide. നമുക്ക് 24:16 നമുക്ക് magnesium oxide ഒരു ന്യൂ കോമ്പൗണ്ട് ആണ്. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഗ്രേ കളറോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ കളർലെസ് നേച്ചർ ഒന്നുമില്ല. എ ന്യൂ കോമ്പൗണ്ട് magnesium oxide ഹാസ് ബീൻ ഫോംഡ്. കാർബൺ റെപ്രസെൻറ്റ്സ് ഓൾ ദ ഫ്യൂവൽസ്. നമ്മുടെ LPG ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആവട്ടെ, ആ കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. പേപ്പറോ ഫയർവുഡോ ഒക്കെ അതിനകത്തൊക്കെ കാർബൺ ഉണ്ട്. ആ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്, ഒരു പുതിയ സബ്സ്റ്റൻസ്. ഇവിടെ കാർബൺ ഒരു ഇൻഡിവിജ്വലാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് അതിലുള്ളത്. അത് സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്, അല്ലെങ്കിൽ LPG ഒക്കെ ആണെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പുറത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതിനകത്തൊക്കെ അത് ഗ്യാഷ്യസ് ലിക്വിഡ് ഫോമിലുള്ളത്. വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഇറ്റ് ടേൺസ് ടു ഗ്യാഷ്യസ് ഫോം. അത് നമ്മുടെ കളർലെസ് ആയിട്ടുള്ള ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതൊരു ബേണിങ് സപ്പോർട്ടർ അല്ല, ഇറ്റ്സ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന 3 റിയാക്ഷൻസും 2 ഇൻഡിവിജ്വൽസ് കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ 2 ഇൻഡിവിജ്വൽസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 റിയാക്ഷൻസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, 3 ചേഞ്ചസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചേഞ്ച്. ഇറ്റ് വാസ് വാട്ടർ ബിഫോർ, നൗ ഓൾസോ ഇറ്റ് ഈസ് വാട്ടർ ഓൺലി, ബട്ട് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഇസ് ലിക്വിഡ് ഹിയർ, ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഇസ് ഗ്യാസ് ഹിയർ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. But there are a few changes which are happening around us in which some new substance are formed. Such a change is called a chemical change. I'll define chemical change now. It is a change in which a new substance is formed. Now I have told you already what is a chemical change. A chemical change is also known as a chemical reaction or a chemical combination. Here I have a chemical equation written. Carbon plus oxygen gives carbon dioxide. Here carbon combines with oxygen and CO2 is formed. Here the substances which are taking part in the reaction are carbon and oxygen. അതായത് കാർബണും ഹൈഡ്രജനുമാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ബിഫോർ ദ ചേഞ്ച് ഇറ്റ് വാസ് കാർബൺ ആൻഡ് ഓക്സിജൻ, 2 ഇൻഡിവിജ്വൽസ്. ദേ ബോത്ത് കമ്പൈൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ്. അപ്പോൾ നമ്മൾ റിയാക്ഷനിൽ പങ്കെടുത്ത 2 പേരെന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ അവരാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയാം. I'll define reactants. The substances which take part in the reaction are called reactants. ഇവിടെ പുതിയതായിട്ട് ഫോം ചെയ്ത സബ്സ്റ്റൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. The new substance formed during a reaction is called a product. And this arrow shows direction of reaction. അപ്പം ഈ ഒരു ആരോ മാർക്ക് it is pointing towards carbon dioxide, which means carbon dioxide is the newly formed substance which is known as product. We have another equation here. Nitrogen and hydrogen combines and ammonia gas is formed. Here nitrogen and hydrogen are the reactants and ammonia is the new substance formed and it is the product. But look at this arrow, it is a reversible arrow. A fish hooked arrow means nitrogen and hydrogen combines to form ammonia gas. That ammonia can decompose to form nitrogen and hydrogen again. Look at these 2 reactions. Hydrogen and oxygen combines and water is formed. Here hydrogen and oxygen are the reactants and the arrow directs towards H2O. H2O is the product. The same equation I have reversed. Water, when electricity is passed through it, decomposes into hydrogen and oxygen. See, hydrogen and oxygen are the reactants here and water is the product. And in the second reaction, water is the reactant and hydrogen and oxygen are the products.